ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഉള്ളി എടുത്തിട്ടുണ്ട്. ചീര തൂമിക്കാൻ വെക്കാനുള്ള ഉള്ളി കേട്ടോ. ഇനി ഒരു പച്ചമുളക് പോയി കൊട്ടെ കേട്ടോ. അത് അരിഞ്ഞെടുക്കാനുണ്ട്. ഇന്ന് ചീരി കൂട്ടാൻ ചോറ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് വെക്കാം. രണ്ട് പച്ചമുളക് തട്ടോ മക്കളെ. നമുക്ക് അരിയാം. നമുക്ക് ചോറാണ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ചീര വെക്കണം, ഉണക്കമീനും വേണം ഇന്നത്തെ കൂട്ടാൻ. വേറെ സ്പെഷ്യലൊന്നുമില്ല മക്കളെ, ഇതൊക്കെ മതി നമുക്ക്. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ. നട കയറി കൊടുക്കുക പച്ചമുളകിൻ്റെ. ഇന്ന് ചീരക്കറിയാണ്, നമ്മളെ വീട്ടിലുള്ള നാച്ചുറൽ ചീര. അപ്പോൾ ചെറുള്ളിയൊക്കെ ഒന്ന് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ചീരക്കറിയുണ്ട്, ഉണക്കമീൻ പൊരിച്ചതാണെന്ന്. ചോറ്റക്ക് കൂട്ടാണ്. ചോറവിടെ വെന്ത് ഊറ്റി ഒരു കൊട്ടക്കയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊട്ടക്കയിൽ ഊറ്റാറുണ്ട്. അപ്പത്തിന് നമുക്ക് കുറച്ച് ഉള്ളി അരിയണം. കഴുകിക്കൊടുന്ന് തോലിയൊക്കെ പൊളിച്ച് ഉള്ളി അരിഞ്ഞെടുക്കുക. ഒരു കട്ടക്കയിൽ ഇതും കൂടെ ഊറ്റി വരട്ടെട്ടോ. ചോറൊക്കെ വെന്ത് വെച്ച് വിടട്ടെ. ആവശ്യമുള്ളതിൻ്റെ കഞ്ഞിവെള്ളം വെക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ വറ്റും. വെക്കാനുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കോപ്പ കഞ്ഞിവെള്ളം. ഇനി നമുക്കത് ചീര വയ്ക്കാൻ പോവട്ടെ നമുക്ക് മക്കളെ. ചീര കണ്ടില്ല, ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണു, കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിക്കണു. ചീരത സ്റ്റാൻഡിൽ വെക്കാം. അപ്പം ഗ്യാസ് സ്റ്റവ് കത്തിക്കുക നമുക്ക്. ചീരക്കറി വെക്കാൻ പോവാ. ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊച്ചുള്ളി പച്ചമുളക് ഇട്ടെടുത്ത്
നല്ലോണം ഇളക്കി വെച്ചു മൂത്ത് വരുമ്പോൾ ഉള്ളി മൂത്ത് വന്നു. കഞ്ഞിവെള്ളം പാരാം. അപ്പോൾ കഞ്ഞിവെള്ളം പാർന്നു. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ ചീരിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിതാ. വന്ന് ചീരക്കറിയാണ് മക്കളെ. ചീരക്കറിയും ഉണക്കമീനും. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ അപ്പം ഉണ്ട് അത്യാവശ്യം. ഇനി ചീരട്ടിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണം. തിളച്ച് വരുമ്പോൾ ചീരട്ട് കൊടുക്കുക. അത്ര വേണം പരിപാടി. അപ്പം നമ്മൾ അടുത്ത കൊട്ടക്കയിൽ ഊറ്റി കൊടുക്കുക കേട്ടോ. ചോറ് ഒന്ന് ഇറക്കല്ലേ. അപ്പം നല്ലോണം തിളച്ച് വന്നു. നമുക്ക് ചീരട്ട് കൊടുക്കുക. ചീരഞ്ഞ് കടന്ന് വന്നോട്ടെ. പാത്രം മോറാണ്ട് കുറേ. ചീരൊന്ന് മൂടി വെച്ച് വേവിക്കും കേട്ടോ. ഉണക്കമീനൊക്കെ കഴുകുക. നല്ലോണം കഴുകണം. നല്ല ഇഷ്ടമുണ്ടാവും. അപ്പം ഞങ്ങളുടെ ചീരക്കറി എന്തായി നോക്കുക മക്കളെ. മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. എന്തൊക്കെ നോക്കട്ടെ കേട്ടോ. ചീരൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ചീരക്കറി. സൂപ്പറാണ്.
അല്പം ഉപ്പിട്ട് കൊടുക്കണം. മൂടി വെച്ചിട്ട് കറി വെന്തു. നമുക്ക് ഉണക്കൽ മീനാണ് കേട്ടോ. ഇത് കായം കൂട്ടാം നമുക്ക്. അല്പം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എടുക്കാം കേട്ടോ. നമ്മൾ സാധാ മീൻ കായം കൂട്ടും പോലെ തന്നെയാണ് കൂട്ടുന്നത്. അല്പം മതി. കുറച്ച് മുളക് പൊടി ഇട്ട് എടുക്കാം. ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്ക മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ പൊരിച്ചാൽ. എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണക്ക മീനിൽ ചേർത്താം. അവിടെ പൊരിച്ചെടുത്താണ്ടാവുമല്ലോ. എന്താണ് രസം എന്നറിയാം. സാധാ നമ്മളെ പച്ചമീനിൽ കായം കൂട്ടുമ്പോൾ കായം കൂട്ടിട്ട് പൊരിച്ച് നോക്കൊണ്ട് ഉണക്കൽ മീൻ ഭയങ്കര ടേസ്റ്റായി എൻ്റെ പൊന്നേ. അയ്യോ ചാടിപ്പോയി. നല്ലോണം കായം കൂട്ടി പെരച്ച് വെച്ചു. അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം നമുക്ക്. ഒന്ന് മൂടി വെക്കാം നമുക്ക്. മൂടി വെച്ചൊന്ന് മാറ്റി വെക്കാം. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് മീനും കൂടെ പൊരിക്കാം കേട്ടോ. ഗ്യാസും കത്തിച്ചു നമ്മളെ കുഞ്ഞിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ പൊരിക്കുകയാണ് കലാപരിപാടി. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുളിക്കാൻ പോവുകയാണ്. ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ചിടും. ഉണക്കൽ മീനിൽ അധികമൊന്നും വെളിച്ചെണ്ണ ഒന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ ഇനി ഓരോ ഉണക്കൽ മീൻ കുട്ടന്മാർ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തണ്ടല്ലോ. പിന്നെ സ്വർഗമാ സൗഖ്യം. വെളുത്തുള്ളി ഇഞ്ചൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ പൊരിച്ചാണ്ടല്ലോ പൊന്നെ. എളുപ്പം വേവുള്ളൂ. അധികമൊന്നും വേവുണ്ടാവുമല്ലോ. നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെ ഇലയിലൊക്കെ. നല്ലൊന്ന് മൊരിയണം. അപ്പുറവാവും. നല്ലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കട്ടെ. നല്ല മൊരിഞ്ഞ് നല്ല കോൾഡ് ഫ്രൈ ആയിരിക്കും. ഇപ്പുറം കൂടെ കൊടുത്താൽ നമ്മളെ മീൻ ഇതിന് അടിച്ചു വരാൻ പറ്റും. നല്ലൊന്ന് ഗോൾഡൻ ബ്രൗണായി അല്പതാവും. നല്ല കറുമുറേനെ കഴിച്ചാൽ മതി. ചീരക്കറി മീൻ്റെ ഉണക്കൽ മീനും നല്ല കോമ്പിനേഷനല്ലേ മക്കളെ.
അപ്പം നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ പൊരിച്ചൽ കഴിഞ്ഞു. പാത്രത്തിൽ ഇട്ടെടുത്തിട്ടാ നമ്മളെ മീൻ പൊരിച്ചൽ കഴിഞ്ഞു. ഈ 2 മീനും കൂടെ ഉണ്ടാവും, കൂടെ പൊരിച്ചാൽ മതി. അടിച്ചു വരാൻ പോയിരുന്നു. അപ്പോൾ ചീരക്കറി ഉണക്കൽ മീനൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസ യൂസ്